എല്ലാവർക്കും നമസ്കാരം. വിവേക ചൂടാമണി തുടരുന്നു. 6 ശ്ലോകങ്ങളാണ് ഇതുവരെ വ്യാഖ്യാനിച്ചത്. 7ാമത്തെ അമൃതത്വസ്യ നാശാസ്തി വിത്തേനേത്യേവ ഹി ശ്രുതിഃ ബ്രവീതി കർമ്മണോ മുക്തേരഹേതുത്വം സ്ഫുടം യതഃ. വിത്തം കൊണ്ട് അമൃതത്വം നേടാമെന്ന് ആശിക്കേണ്ട എന്ന് ശ്രുതി അരുളുന്നു. വിത്തം, ധനം കൊണ്ട് അമൃതത്വം, മരണമില്ലാത്ത ഒരവസ്ഥ നേടാമെന്ന് കരുതണ്ട എന്ന് ശ്രുതി അരുളുന്നു. ശ്രുതി എന്ന് പറഞ്ഞ സത്യസന്ധമായ കാര്യം, വേദം എന്നർത്ഥം. ശ്രുതി എന്ന് ശരിക്കും പറയാച്ചെങ്കിൽ ശ്രൂയത്തെ ഇതി ശ്രുതി, സദാസമയത്തും കേട്ടുകൊണ്ടിരിക്കുന്നത് എന്തോ അത് ശ്രുതി. ഇപ്പോൾ സംഗീതത്തിലാണ് ശ്രുതിക്ക് പ്രാധാന്യം. ശ്രുതി തെറ്റി അല്ലെങ്കിൽ ശ്രുതി ചേരുന്നില്ല എന്നിങ്ങനെയുള്ള പദങ്ങളൊക്കെ സംഗീതത്തിൽ കേൾക്കാം. സദാസമയത്തും കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന് കാരണം എന്താ വിചാരിച്ചാൽ, ഒരു കച്ചേരി തുടങ്ങിക്കഴിഞ്ഞാൽ മറ്റുള്ള ഉപകരണങ്ങളൊക്കെ ഇടയ്ക്ക് നിൽക്കും. പാട്ടുകാരൻ രാഗം ആലപിക്കുന്ന സമയത്ത് വയലിൻ ഫോളോ ചെയ്യാം, പക്ഷെ മൃദംഗക്കാരൻ വെറുതെ ഇരിക്കുന്നു. വയലിൻ വായിക്കുന്ന സമയത്ത് പാട്ടുകാരൻ ഉണ്ടാതിരിക്കുന്നു, മൃദംഗക്കാരനും ഉണ്ടാതിരിക്കുന്നു. തനിയാവർത്തനം വായിക്കുന്ന സമയത്ത് പാട്ടുകാരനും വയലിനിസ്റ്റും താളം പിടിക്കുക എന്നല്ലാതെ അവരും ശബ്ദമുണ്ടാക്കുന്നില്ല. അപ്പോൾ അവർക്കൊക്കെ ഇടയിൽ എന്താ പറയുക, വിശ്രമം കിട്ടുന്നുണ്ട്. എന്നാൽ ഒരു വിശ്രമവും ഇല്ലാതെ തുടരെ ആയിട്ട് സംഗീത കച്ചേരി തുടങ്ങി അവസാനിക്കുന്നവരെ നിൽക്കുന്ന ഒന്ന് ശ്രുതിയാണ്. ആ ശ്രുതിനാദമാണ്, തമ്പുരുനാദമാണ്. അതുകൊണ്ടാണ് സദാസമയത്തും കേൾക്കുന്നത്. കച്ചേരി തുടങ്ങി മുതൽ അവസാനിക്കുന്നവരെ സദാസമയത്തും കേൾക്കുന്നത് ആ തമ്പുരുനാദമായതുകൊണ്ട് അതിനെ ശ്രുതി എന്ന് പറയുന്നു. ഇവിടെയും ശ്രുതിയുണ്ട്, സദാസമയത്തും കേൾക്കുന്ന എന്തോ. ഏതായി സദാസമയത്തും കേൾക്കുക? ഇപ്പോൾ ഒരു പമ്പരം എറിഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ ശബ്ദമുണ്ടാകും, ഫാൻ ഇട്ട് കഴിഞ്ഞാൽ ഒരു ചെറിയ ശബ്ദമുണ്ടാകും. അപ്പോൾ ഒരു കാര്യം ഉറക്കുക, കറങ്ങുന്ന സമയത്ത് ശബ്ദമുണ്ടാകും. അങ്ങനെയാണെങ്കിൽ ഈ പ്രപഞ്ചത്തിലെല്ലാം കറങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ശബ്ദം ഉണ്ടാകേണ്ടേ? ഉണ്ടാകണം. ഏതാണ് ആ ശബ്ദം, ആ നാദം? അതാണ് ഓം. ഓം ഓംകാരമാണ്, പ്രണവ മന്ത്രമാണ് ആ തത്വം. ഇത് ശാസ്ത്രജ്ഞന്മാർ അംഗീകരിച്ചാണ്. സൂര്യനിൽ നിന്ന് കിട്ടുന്ന ശബ്ദം ഓംകാരമാണെന്ന് പറഞ്ഞിട്ടുണ്ട് നാസയിലെ ശാസ്ത്രജ്ഞന്മാർ. അപ്പോൾ ആ ഓംകാരം, അതിൽ നിന്നാണ് വേദങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് വേദങ്ങളെയും ശ്രുതി എന്ന് പറയുന്നു. അപ്പം അതിനാണ് പറയുന്നത് എന്ത്? അമൃതത്വം നേടാമെന്ന് ആശിക്കേണ്ട വിത്തം കൊണ്ട്. അപ്പോൾ ധനം കൊണ്ട് അമൃതത്വം ലഭിക്കുമെന്ന് കരുതണ്ട. അതിൽ നിന്നും കർമ്മം മുക്തിക്ക് ഹേതുവല്ല എന്ന് വ്യക്തമാണല്ലോ. അതിൽ നിന്നും കർമ്മം മുക്തിക്ക് ഹേതുവല്ല, കർമ്മം ചെയ്യുന്നത് മുക്തിക്ക് കാരണമല്ല എന്ന് പറയുന്നു. ഗാർഹസ്ഥ്യം വെടിഞ്ഞ് പരിവ്രാജകനാകാൻ നിശ്ചയിച്ച യാജ്ഞവൽക്യൻ, അതായത് ഗൃഹസ്ഥാശ്രമ ജീവിതം അവസാനിച്ചിട്ട് പിന്നെ വാനപ്രസ്ഥം സ്വീകരിക്കാൻ തയ്യാറായ യാജ്ഞവൽക്യൻ സ്വഭാര്യമാരായ മൈത്രേയിയെയും കാത്യായനിയെയും വിളിച്ച് അവർക്ക് തൻ്റെ സ്വത്ത് ഭാഗം ചെയ്ത് കൊടുക്കുവാൻ ഒരുമ്പെട്ടു. 2 ഭാര്യമാരാണ്, ഒന്ന് മൈത്രേയിയാണ്, ഒന്ന് കാർത്യായനിയാണ്. അവർക്ക് ഭൂമി നിറയെ ധനം ഉണ്ടെന്നിരിക്കട്ടെ, എന്നാൽ അതുകൊണ്ട് തനിക്ക് അമൃതത്വം കിട്ടുമോ എന്ന മൈത്രേയിയുടെ ചോദ്യത്തിന് ഉത്തരമായി യാജ്ഞവൽക്യൻ പറഞ്ഞു. അപ്പം മൈത്രേയി ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഭൂമി നിറയെ ധനമുണ്ടെന്നിരിക്കട്ടെ, ഈ ഭൂമിയിൽ മുഴുവൻ ധനമുണ്ടെന്നിരിക്കട്ടെ, എന്നാൽ അതുകൊണ്ട് എനിക്ക് അമൃതത്വം കിട്ടുമോ എന്നാണ് ചോദിച്ചത്. അതില്ല. നിനക്ക് ധനികന്മാരെ പോലെ സുഖമായി ജീവിക്കാം എന്നാണ് യാജ്ഞവൽക്യൻ പറഞ്ഞത്. വിത്തസാധ്യമായ കർമ്മങ്ങൾ കൊണ്ട് അമൃതത്വം പ്രാപിക്കാൻ ഒരിക്കലും സാധ്യമല്ല. ഇവിടെ കർമ്മം എന്നത് വിത്തസാധ്യമായ, അതായത് ധനസംബന്ധമായ കർമ്മങ്ങൾ, വ്യാപാരങ്ങൾ, അതേമാതിരിയുള്ള കാര്യങ്ങളുണ്ടല്ലോ, ധനം സമ്പാദിക്കാനുള്ള കർമ്മങ്ങൾ. അതാണ് കർമ്മം കൊണ്ട് മുക്തി ഹേതുവല്ല എന്ന് പറയാൻ കാരണം. അങ്ങനെയുള്ള കർമ്മങ്ങൾ അതുകൊണ്ട് സാധ്യമല്ല. കർമ്മം കൊണ്ടോ
സന്താനം കൊണ്ടോ ധനം കൊണ്ടോ മോക്ഷം കിട്ടുകയില്ല. ത്യാഗം കൊണ്ട് മാത്രമാണ് ചിലർ മോക്ഷം പ്രാപിക്കുന്നത് എന്നും വേദവചനമുണ്ട്. അപ്പം എന്താണ്? കർമ്മം കൊണ്ടുണ്ടാവില്ല, സന്താനം കൊണ്ട് മോക്ഷം കിട്ടില്ല, പിന്നെ എന്തുകൊണ്ടാണ്? ധനം കൊണ്ട് കിട്ടില്ല, ഇതൊന്നും മോക്ഷം കിട്ടില്ല. ത്യാഗം കൊണ്ട് മാത്രമാണ് ചിലർ മോക്ഷം പ്രാപിച്ചത്. ത്യാഗം എന്താണ്? ത്യാഗം ജീവിതത്തിൽ ജനിച്ച ഉടനെ നമ്മൾ കൊണ്ടുവന്ന് ഒഴിവാക്കുക. എന്താ കൊണ്ടുവന്നത്? കാമം, ക്രോധം. ആ കാമവും ക്രോധവും ഒഴിവാക്കൽ മോക്ഷം കിട്ടും. കാമം ഒഴിവാക്കുമ്പോഴാണ് നിഷ്കാമ കർമ്മം നമുക്ക് ചെയ്യാൻ കഴിയുക. ക്രോധം ഒഴിവാക്കുക. ക്രോധം എപ്പോഴും എന്താണ്? എന്തെങ്കിലും ഒന്ന് ആഗ്രഹിക്കുക, അതിന് തടസ്സമായിട്ട് വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ അപ്പോഴാണ് നമുക്ക് ക്രോധം വരിക. അത് വരും. എന്തെങ്കിലും നമുക്ക് ലഭിക്കണം എന്ന് ആഗ്രഹിച്ച് നമ്മളിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ആരെങ്കിലും ഒരാൾ ഒരു വിലങ്ങ് തടിയായി നിന്ന് നമുക്ക് ദേഷ്യം വരും. അപ്പം അത് രണ്ടും ഒഴിവാക്കുക. അതിനകത്ത് ഒന്നും ആഗ്രഹിക്കേണ്ട, ഒന്നും ആഗ്രഹിക്കാതിരിക്കുക. നമുക്ക് കിട്ടുവാനുള്ളത് ലഭിച്ചുകൊണ്ടേയിരിക്കും. ഉള്ളത് കൊണ്ട് സംതൃപ്തിപ്പെടുക. അങ്ങനെ നിഷ്കാമകർമ്മം ചെയ്യുക, എന്നാൽ മോക്ഷം പ്രാപിക്കും. ചിലരൊക്കെ അങ്ങനെയാണ് എന്നും വേദവചനമുണ്ട്. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ സാരം. നന്ദി, നമസ്കാരം. ബാക്കി അടുത്ത ദിവസം.